എല്ലാവർക്കും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനന തിരുനാൾ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. പരാതികളും പരിഭ്രമങ്ങളും ഇല്ലാതെ എല്ലാം ഹൃദയത്തിൽ സംഹരിച്ച ഒരു അമ്മയുടെ ജന്മദിനമാണ് നാം ഇന്ന് ആഘോഷിക്കുക. സന്താന സൗഭാഗ്യമില്ലാതെ കഴിഞ്ഞിരുന്ന യോവാക്കീം അന്ന ദമ്പതികളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായി കടന്നു വന്നവളാണ് പരിശുദ്ധ കന്യകാമറിയം. ഇതുപോലെ നമ്മുടെയും ലോകം മുഴുവൻ്റെയും അനുഗ്രഹമാകാൻ, അമ്മയാകാൻ വിളിക്കപ്പെട്ടവളാണ് കന്യകാമറിയം. ഒരാളുടെ സമ്പത്ത് അയാളുടെ മരണശേഷം എങ്ങനെ വിനിയോഗിക്കണമെന്ന് സൂചിപ്പിക്കുന്ന രേഖയാണ് വിൽപത്രം. കുരിശിൽ കിടന്നുകൊണ്ട് വേദനയുടെ പാരമ്യത്തിൽ ഈശോ എഴുതിയ വിൽപത്രമാണ് ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ എന്ന വാക്കുകൾ. കുരിശിലെ തിരുനിണവും വേദനയും ചാലിച്ചെഴുതിയ വാക്കുകൾ തൻ്റെ മക്കൾക്കായി ഈശോയ്ക്ക് നൽകാനുണ്ടായിരുന്നു. ഏക സമ്പാദ്യം തൻ്റെ അമ്മയായിരുന്നു. തമ്പൻ്റെ അമ്മയായി നൽകാനുണ്ടായിരുന്ന ഏക സമ്പാദ്യം തൻ്റെ മക്കളും. ഈ അമ്മയുടെ ജനനത്തിരുനാൾ ആഘോഷിക്കുക എന്നത് മക്കളായ നമ്മുടെ കടമയും അവകാശവുമാണ്. സെപ്റ്റംബർ 8 മാതാവിൻ്റെ ജനനത്തിരുനാളിനായി ഇന്നു മുതൽ നാം ഒരുങ്ങുകയാണ്. പരിശുദ്ധ അമ്മയുടെ പിറവിത്തിരുനാളിൽ ഞാൻ എന്ത് സമ്മാനമാണ് അമ്മയ്ക്ക് നൽകുക എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. ഏറ്റവും നല്ല സമ്മാനം എനിക്ക് കൊടുക്കണം എന്നീ ചിന്തയോടെ ഓരോ ദിവസവും അതനുസരിച്ച് ജപമാലകൾ, ത്യാഗപ്രവൃത്തികൾ, സുഹൃതങ്ങൾ, നോമ്പ്, ഉപവാസം, ദാനധർമ്മം ഇവ ചെയ്ത് നല്ലൊരു പിറന്നാൾ സമ്മാനം നമുക്ക് ഓരോരുത്തർക്കും അമ്മയ്ക്ക് കൊടുക്കാം. വിശുദ്ധ ബെർണാർഡ് പറയുന്നു, മറിയം തൻ്റെ അപേക്ഷകൾ മൂലം ദൈവത്തിൻ്റെ അടുക്കൽ സർവശക്തിയുള്ളവളാണ്. അവൾക്ക് സാധിച്ചുകൂടാത്തതായി ഒന്നുമില്ല. സ്നേഹമുള്ളവരെ, ഇന്ന് പരിശുദ്ധ അമ്മയെ നമ്മുടെ സ്വന്തം അമ്മയായി സ്വീകരിച്ച് പരിശുദ്ധ അമ്മയോടൊപ്പം ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മയെ നമുക്ക് കൂട്ടുപിടിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ, എൻ്റെ ആശ്രയമേ, എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണമേ.